നമ്മുടെ RBIയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പം ഞാൻ താഴെ കുറച്ച് ബാങ്ക്സിന്റെ ലിസ്റ്റ് കൊടുക്കാം. വെബ്സൈറ്റ്സിന്റെ ഡൊമെയിൻ മാറിയിട്ട് .bank.in എന്നായി മാറിയിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ HDFC ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ HDFCയുടെ വെബ്സൈറ്റ് HDFC.bank.in ആയി മാറിയിട്ടുണ്ട്. അല്ലാണ്ടുള്ള ഏതെങ്കിലുമൊക്കെ URL വരികയാണ്, അതായത് HDFC.com .in അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ സ്കാം ആവാനുള്ള ചാൻസ് ആണ്. അതിലൊന്നും നിങ്ങൾ ക്രെഡൻഷ്യൽസ് ഒന്നും അടിച്ചു കൊടുക്കരുത്, ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാനും പാടില്ല, അതൊക്കെ സ്കാം ആണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇമെയിൽ വരാണെങ്കിൽ അതും ഈ പറഞ്ഞ .bank.in എന്നുള്ള ഇതിൽ നിന്ന് തന്നെ വരണം. അല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ വരാണെങ്കിൽ അതും സ്കാം ആണ്. പിന്നെ ഈ പറഞ്ഞ ഒരു .bank.in എന്ന് പറഞ്ഞിട്ടുള്ളത് RBIയുടേതിൽ വരുമ്പോഴത്തേക്കും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോൾ ഒരു സ്കാം വരാനുള്ള ചാൻസുകൾ കൂടുതലായിട്ട് നിൽക്കുന്ന സമയമാണ്. ലിങ്ക്സ് ഒക്കെ വരുമ്പോൾ അത് ഓപ്പൺ ചെയ്യാണ്ടും ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് മാറ്റാനും ഒക്കെ പറഞ്ഞിട്ടുള്ള ലിങ്ക്സ് വരാനുള്ള ചാൻസ് ഉണ്ട് റീസെൻ്റ് ആയിട്ട്. അപ്പം അങ്ങനെയൊന്നും സംഭവിച്ച് സ്കാമിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ഈ വീഡിയോ എന്തായാലും ഒന്ന് മനസ്സിൽ വെക്കണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.